ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം ഒരു ചുറ്റ് ചുറ്റി, രണ്ടാമത്തെ ചുറ്റി മുന്താണിയുടെ പോർഷൻ നമ്മൾ പുറകിലേക്ക് ഇട്ടു. അഡ്ജസ്റ്റ് ചെയ്ത് പുറകിലത്തെ ഇറക്കം എത്രത്തോളം വേണം എന്ന് നോക്കിയിട്ട് മുന്താണിയുടെ പോർഷൻ നമ്മളിവിടെ ഫിക്സ് ചെയ്തു. ശേഷം ഈ ബോർഡർ നമ്മൾ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്തു. വലത് വശത്തേക്ക് ചേർത്താണ് പിൻ ചെയ്യേണ്ടത്. ഞൊറിവുകൾ ആവശ്യമുള്ളവർ രണ്ടാമത് ഞൊറിവെടുത്ത് ഒരു പിന്നും കൂടെ ചെയ്യാം. ശേഷം വരുന്ന ഭാഗം പ്ലീറ്റ് എടുത്ത് അകത്ത് പിൻ ചെയ്ത് നേവലിൻ്റെ നേരെയായിട്ട്, നേവലിൻ്റെ കറക്റ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ അതിന് തൊട്ട് താഴെയായിട്ട് അറേഞ്ച് ചെയ്ത് ഫിക്സ് ചെയ്തു. അവിടെയും ഒരു പിൻ ചെയ്തു. ശേഷം ഇതിൻ്റെ പ്ലീറ്റ് അറേഞ്ച് ചെയ്തു. പ്ലീറ്റ് അറേഞ്ച് ചെയ്ത് താഴത്തെ പ്ലീറ്റ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വിട്ട് കഴിഞ്ഞാൽ താഴത്തെ പ്ലീറ്റ് കറക്റ്റായിട്ട് ഇരിക്കും. ഇത് അയൺ ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് ഇത് ബാധകമല്ല. അയൺ ചെയ്യാതെ പെട്ടെന്ന് എടുത്ത് കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞാനിപ്പോൾ ഈ രീതിയിൽ പറയുന്നത്. ശേഷം മുകളിലത്തെ പ്ലീറ്റ് എല്ലാം അറേഞ്ച് ചെയ്ത ശേഷം ഈ പോർഷൻ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയും പിൻ ചെയ്യാം, ഇവിടെയും ഒരു പിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ പോർഷൻ ഫിക്സ് ആയിരുന്നോളും. പിന്നെ ഇവിടെ കൊടുക്കുന്നതിന് പകരം സാരിയുടെ ഈ പോർഷനിലും പിൻ ചെയ്യാൻ കഴിയും. സാരി ഉടുത്തിരിക്കുന്നത് പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ ഈ രീതിയിൽ നിങ്ങൾ ഉടുത്ത് നോക്കണം.